ഹായ് ഫ്രണ്ട്സ്, എന്റെ പേര് അരുൺ. ഞാൻ വിദ്യ അക്കാദമിയിലെ ഹയർ സെക്കൻഡറി വിഭാഗം മാത്സ് അധ്യാപകനാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ചാപ്റ്ററായ മെട്രിക്സിനെ പറ്റിയാണ്. പ്ലസ് ടുവിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് 13 ചാപ്റ്റർ ആണ്. ഈ 13 ചാപ്റ്ററിൽ മൂന്നാമത്തെ ചാപ്റ്ററായ മെട്രിക്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ മെട്രിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്പറുകളെയോ എലമെന്റുകളെയോ റെക്ടാങ്കുലർ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. എ റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ഓർ എലമെന്റ്സ് ഈസ് കാൾഡ് മെട്രിക്സ്. മെട്രിക്സിലെ നമ്മൾ പ്രധാനമായും ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണമായി 1, 2, 3, 4 എന്നീ നമ്പറുകളെ ഞാൻ റെക്ടാങ്കുലർ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഈ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. മെട്രിക്സുകളെ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണമായി നമുക്ക് ഇതിനെ എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിച്ചാൽ ഇത് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1, 2, 3, 4 എന്നാവും. അപ്പൊ മെട്രിക്സ് എന്തുവാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ഓർ എലമെന്റ്സ്. നമ്പറുകളാവാം, എലമെന്റുകളാവാം. അപ്പൊ എലമെന്റ് എ ബി സി ഡി ഇത് ഒരു മെട്രിക്സ് ആണ്. അപ്പൊ നമ്പറുകളെയോ എലമെന്റുകളെയോ ഇതുപോലെ റെക്ടാങ്കുലർ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിനെ വേറൊരു ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അപ്പൊ ഈ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ബി ഈസ് ഈക്വൽ ടു എ ബി സി ഡി എന്ന് കിട്ടും. അപ്പോൾ മെട്രിക്സിലെ ഹൊറിസോണ്ടൽ എലമെന്റ്സുകളെയാണ് നമ്മൾ റോ എന്ന് വിളിക്കുന്നത്. നേരെ കിടക്കുന്ന എലമെന്റുകളെ വിളിക്കുന്ന പേരാണ് റോ. വെർട്ടിക്കൽ എലമെന്റ്സ്, അതായത് താഴോട്ട് കിടക്കുന്ന എലമെന്റുകളെ നമ്മൾ കോളം എന്നാണ് പറയുന്നത്. അപ്പൊ ഹൊറിസോണ്ടൽ എലമെന്റ്സ് അല്ലെങ്കിൽ നേരെ കിടക്കുന്ന എലമെന്റുകൾ റോയും താഴോട്ട് കിടക്കുന്ന അതായത് വെർട്ടിക്കലായിട്ട് കിടക്കുന്ന എലമെന്റ്സ് കോളവുമാണ്. റോയെ നമ്മൾ എം എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, സ്മോൾ ലെറ്റർ എം ആണ്. കോളത്തിനെ എൻ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. ഒന്നുകൂടെ പറയാം, മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എലമെന്റുകളോ അല്ലെങ്കിൽ സംഖ്യകളോ നമ്പേഴ്സോ റെക്ടാങ്കുലർ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതാണ് മെട്രിക്സ്. മെട്രിക്സിലെ ഹൊറിസോണ്ടലായി കിടക്കുന്ന എലമെന്റുകളെ നമ്മൾ വിളിക്കുന്ന പേര് റോ എന്നാണ്. സൂചിപ്പിക്കുന്നത് എം എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. താഴോട്ട് കിടക്കുന്ന അതായത് വെർട്ടിക്കലായി കിടക്കുന്ന എലമെന്റുകളെ നമ്മൾ കോളം എന്ന് വിളിക്കും. സൂചിപ്പിക്കുന്ന ലെറ്റർ എൻ ആണ്. അപ്പോ ഒരു മെട്രിക്സിന്റെ ഓർഡർ, അതായത് അതിന്റെ അളവ് തിരിച്ചറിയുന്നത് അതിന്റെ റോയുടെയും കോളത്തിന്റെയും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണമായി പറഞ്ഞാൽ ഈ മെട്രിക്സിൽ 2 റോയും ഉണ്ട്, 2 കോളവും ഉണ്ട്. നോക്ക്, ഇതൊരു റോയാണ്, ഇതും ഒരു റോയാണ്. അപ്പൊ 2 റോയാണ് ഇതിനകത്തുള്ളത്. ഇതൊരു കോളമാണ്, ഇതും ഒരു കോളമാണ്. അപ്പൊ 2 റോയും 2 കോളവും ഉള്ള ഒരു മെട്രിക്സ് ആണ്. അങ്ങനെ 2 റോയും 2 കോളവും ഉള്ളത് കൊണ്ട് ഈ മെട്രിക്സിന്റെ ഓർഡർ നമ്മൾ ഇതാ ഇങ്ങനെ എഴുതും. വായിക്കുന്നത് 2/2 എന്നാണ്. 2/2 മെട്രിക്സ് എന്ന് പറയും. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ മെട്രിക്സിനകത്ത് 2 റോയുണ്ട്, 2 കോളവും ഉണ്ട്. അതുകൊണ്ട് ആ മെട്രിക്സിന്റെ അളവ് അതായത് ഓർഡർ 2/2 ആണ്. അപ്പൊ ബോർഡിൽ ഞാൻ കുറെ മെട്രിക്സുകൾ എഴുതിയിട്ടുണ്ട്. ഈ മെട്രിക്സുകളുടെ ഓരോന്നിന്റെ ഓർഡർ എന്തുവാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരെ കിടക്കുന്ന അതായത് ഹൊറിസോണ്ടൽ എലമെന്റുകളാണ് റോ. അപ്പൊ ഈ മെട്രിക്സ് അതായത് ഈ എ എന്ന് പറയുന്ന മെട്രിക്സ് നോക്കിയാൽ ഇതിനകത്ത് ഇത് ആദ്യത്തെ റോ ആണ്, ഇത് രണ്ടാമത്തെ റോ ആണ്. അപ്പോൾ ഇതിനകത്ത് ആകെ 2 റോ ഉണ്ട്. ഇനി കോളം നോക്കി. കോളം എന്ന് പറഞ്ഞാൽ താഴോട്ട് കിടക്കുന്ന എലമെന്റുകളാണല്ലോ, വെർട്ടിക്കൽ എലമെന്റുകളാണല്ലോ കോളം. അപ്പൊ ഇതൊരു കോളമാണ്, ഇത് രണ്ടാമത്തെ കോളമാണ്, ഇത് മൂന്നാമത്തെ കോളമാണ്. അപ്പൊ ഇതിനകത്ത് ആകെ 3 കോളമുണ്ട്. അപ്പൊ ഈ മെട്രിക്സിന്റെ അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2/3 ആണ്. 2 × 3 എന്ന് വായിക്കരുത്, 2/3 എന്ന് വേണം വായിക്കാൻ. അപ്പോൾ ഈ മെട്രിക്സിന്റെ ഓർഡർ കണ്ടുപിടിച്ച് മനസ്സിലായല്ലോ. എങ്കിൽ ഇതിന്റെ ഓർഡർ നോക്കി. ഈ മെട്രിക്സിൽ എത്ര റോ ഉണ്ടെന്ന് നോക്കി. റോ എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് മനസ്സിലായല്ലോ. റോ എന്ന് പറഞ്ഞാൽ നേരെ കിടക്കുന്ന എലമെന്റുകളാണ്. അപ്പൊ ഈ മെട്രിക്സ് നോക്കിയാൽ ഇത് ആദ്യത്തെ റോയാണ്, ഇത് രണ്ടാമത്തെ റോയാണ്, ഇത് മൂന്നാമത്തെ റോയാണ്. അപ്പൊ ഇതിലാകെ 3 റോ ഉണ്ട്. കോളം നോക്കുവാണെങ്കിൽ ഇത് ആദ്യത്തെ കോളം, ഇത് രണ്ടാമത്തെ കോളം, താഴോട്ട് കിടക്കുന്ന എലമെന്റുകൾ. അപ്പൊ ഇതിനകത്ത് 2 കോളവും ഉണ്ട്. അതുകൊണ്ട് ഈ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 3/2 ആണ്.
ഇത് 2/3, ഇത് 3/2. ഈ മെട്രിക്സ് കൂടി നോക്കിയേ. സി എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ടോ? ഈ മെട്രിക്സിന്റെ എത്ര റോ ഉണ്ടെന്ന് നോക്കി. ഇത് ആദ്യത്തെ റോ, ഇത് രണ്ടാമത്തെ റോ. അപ്പൊ ഇതിനകത്ത് 2 റോ ഉണ്ട്. കോളം നോക്കുവാണെങ്കിൽ ഒന്നാമത്തെ കോളം, രണ്ടാമത്തെ കോളം, മൂന്നാമത്തെ കോളം, ഇത് നാലാമത്തെ കോളം. അങ്ങനെ 4 കോളം ഉണ്ട്. അപ്പോൾ ഈ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2/4 ആണ്. അപ്പൊ ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്തുവാണെന്ന് എല്ലാവരും പഠിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് ആകെ പഠിച്ച ഇത്രയാണ്. മെട്രിക്സ് എന്തുവാണെന്ന് പഠിച്ചു. മെട്രിക്സിലെ നേരെ കിടക്കുന്ന എലമെന്റുകൾ റോ ആണെന്നും താഴോട്ട് കിടക്കുന്ന എലമെന്റുകൾ കോളമാണെന്നും പഠിച്ചു. ഒരു മെട്രിക്സിന്റെ ഓർഡർ എങ്ങനെ എഴുതാം എന്ന് പഠിച്ചു. ഇത്രയും കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയും ആർക്കും സംശയമില്ലല്ലോ. ഇപ്പോൾ ഈ എ എന്ന് പറയുന്ന ഈ 2/3 മെട്രിക്സ് നിങ്ങൾ കണ്ടല്ലോ. ഈ 2/3 എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2 into 3 എന്ന് അത് വായിച്ചാൽ 2 into 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് 1 2 3 4 5 6 എലമെന്റ് ഉണ്ട്. അതായത് ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ആ ഓർഡർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ മെട്രിക്സിലെ എലമെന്റുകൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പൊ വേറൊരു മെട്രിക്സ് നമ്മൾ എഴുതാണ്ട് എ ബി സി ഡി ഇ എഫ് ജി എ എച്ച് ഐ എ ഇങ്ങനെ ഒരു മെട്രിക്സ് നമ്മൾ ജസ്റ്റ് എഴുതുവാണെങ്കിൽ ഇതൊരു 3/3 മെട്രിക്സ് ആണല്ലേ. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 3 റോ ഉണ്ട്, അതുപോലെ തന്നെ 3 കോളവും ഉണ്ട്. അപ്പൊ ഇതൊരു 3/3 മെട്രിക്സ് ആണ്. അപ്പൊ ഈ ഓർഡർ ഉപയോഗിച്ചാൽ, അതായത് 3 into 3 ആയിട്ട് നമ്മൾ ഇത് വായിച്ചാൽ അതിനകത്ത് 9 എലമെന്റ് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് 9 എലമെന്റ് ഉണ്ടല്ലോ. അപ്പൊ ഒരു മെട്രിക്സിന്റെ ഓർഡർ ഉപയോഗിച്ചുകൊണ്ട് ആ മെട്രിക്സിലെ നമ്പറുകളുടെ എണ്ണം, അതായത് എലമെന്റുകളുടെ എണ്ണം കണ്ടുപിടിക്കാനും നമുക്ക് സാധിക്കും. ഇനി നമുക്ക് പഠിക്കേണ്ടത് പല ടൈപ്പ് മെട്രിക്സുകളുണ്ട്, അതിനെ പറ്റിയാണ്. പല ടൈപ്പ് മെട്രിക്സുകളുണ്ട്. ഒന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് റോ മെട്രിക്സ് എന്തുവാണെന്നാണ്. റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ആദ്യം പഠിക്കാനുള്ളത്. റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ആ വാക്കിനകത്ത് നിന്നുണ്ട് ഒറ്റ റോ മാത്രമുള്ള മെട്രിക്സുകളെയാണ് റോ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ എഴുതിയേക്കുന്ന ഒരു റോ മെട്രിക്സ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഒറ്റ റോ മാത്രമേ ഉള്ളൂ, ഒരു റോ അല്ലേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഓർഡർ, ഈ മെട്രിക്സിന്റെ ഓർഡർ നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യം നമ്മൾ എഴുതുന്ന റോയുടെ എണ്ണമാണല്ലോ. അപ്പൊ ഇതിനകത്ത് ഞാൻ ആദ്യമേ പറഞ്ഞു നേരെ കിടക്കുന്ന എലമെന്റുകളാണ് റോ. അപ്പൊ ഈ മെട്രിക്സിനകത്ത് ഒരൊറ്റ റോയേ ഉള്ളൂ. താഴോട്ട് നോക്കിയേ എത്ര എലമെന്റുകളുണ്ട്. ഇത് ഒരു ഒന്നാമത്തെ കോളമാണ്, ഇത് രണ്ടാമത്തെ കോളമാണ്, ഇത് മൂന്നാമത്തെ കോളമാണ്. അപ്പൊ ഈ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 1/3 ആണ്. ഒറ്റ റോയും 3 കോളവും ഉള്ള മെട്രിക്സ്. അപ്പൊ റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെട്രിക്സിനകത്ത് ഒറ്റ റോ മാത്രമേ ഉള്ളെങ്കിൽ അത്തരം മെട്രിക്സുകളെയാണ് നമ്മൾ റോ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് കോളം മെട്രിക്സ് എന്തുവാണെന്നാണ്. കോളം മെട്രിക്സ് ആ വാക്കിനകത്ത് തന്നുണ്ട് ഒറ്റ കോളം മാത്രമുള്ള മെട്രിക്സുകളെയാണ് കോളം മെട്രിക്സുകൾ എന്ന് പറയുന്നത്. ആ മെട്രിക്സിനകത്ത് ഒരു കോളം മാത്രമേ കാണത്തുള്ളൂ. നമുക്ക് ഇതിനകത്ത് ഒറ്റ കോളം ഉള്ളതല്ലോ, താഴോട്ട് കിടക്കുന്ന എലമെന്റുകളാണല്ലോ കോളം. അപ്പൊ ഇതിനകത്ത് ആകെ ഒറ്റ കോളം മാത്രമാണല്ലോ. അപ്പൊ ഈ മെട്രിക്സിന്റെ ഓർഡർ ഒന്ന് എഴുതി നോക്കിയേ. ഇതിനകത്ത് എത്ര റോ ഉണ്ട്? നേരെ കിടക്കുന്നതാണ് റോ. അപ്പൊ ഇത് ഒന്നാമത്തെ റോ, ഇത് രണ്ടാമത്തെ റോ, ഇത് മൂന്നാമത്തെ റോ. കണ്ടോ? അപ്പൊ 3 റോ ഉണ്ട്, ഒറ്റ കോളമേ ഉള്ളൂ. അപ്പൊ ഈ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 3/1 ആണ്. അപ്പൊ 2 ടൈപ്പ് മെട്രിക്സ് ആണ് നമ്മളിപ്പോ പഠിച്ചത്. ഒന്നാമത്തെ റോ മെട്രിക്സ് എന്തുവാണെന്ന് പഠിച്ചു, രണ്ടാമത്തെ കോളം മെട്രിക്സ് എന്തുവാണെന്ന് പഠിച്ചു. റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ റോ മാത്രമുള്ള മെട്രിക്സ് ആണ് റോ മെട്രിക്സ്. കോളം മെട്രിക്സ് എന്തുവാണെന്ന് ചോദിച്ചാൽ ഒറ്റ കോളം മാത്രമുള്ള മെട്രിക്സ് ആണ് കോളം മെട്രിക്സ്. മൂന്നാമത്തെ ടൈപ്പ് മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും. മൂന്നാമത്തെ മെട്രിക്സിനെ വിളിക്കുന്ന പേര്, മൂന്നാമത്തെ ടൈപ്പ് സ്ക്വയർ മെട്രിക്സ് എന്ന് വിളിക്കും. സ്ക്വയർ മെട്രിക്സ് എന്ന് വിളിച്ചു പറഞ്ഞാൽ അതിനകത്തെ നമ്പർ ഓഫ് റോയും നമ്പർ ഓഫ് കോളവും ഈക്വൽ ആണെങ്കിൽ അത്തരം മെട്രിക്സുകളാണ് സ്ക്വയർ മെട്രിക്സ്. ഉദാഹരണമായി നമ്മളിപ്പോൾ ബോർഡിൽ എഴുതിയേക്കുന്ന ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. കാരണം ഇതിനകത്ത് 2 റോ ഉണ്ട്. കണ്ടോ? നേരെ കിടക്കുന്ന 2 റോ ഉണ്ട്, 2 കോളവും ഉണ്ട്. അപ്പൊ നമ്പർ ഓഫ് റോയും നമ്പർ ഓഫ് കോളവും ഈക്വൽ ആണ്. അങ്ങനെ നമ്പർ ഓഫ് റോയും നമ്പർ ഓഫ് കോളവും ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സുകളാണ്
സ്ക്വയർ മെട്രിക്സ്. അപ്പൊ ഈ മെട്രിക്സ് 2 റോ ഉണ്ട്, 2 കോളം ഉണ്ട്. അപ്പൊ അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2/2 ആണ്. അപ്പൊ 3 ടൈപ്പ് മെട്രിക്സ് പഠിച്ചേ. റോ മെട്രിക്സ് എന്തുവാണെന്ന് പഠിച്ചു, കോളം മെട്രിക്സ് എന്തുവാണെന്ന് പഠിച്ചു, സ്ക്വയർ മെട്രിക്സ് എന്തുവാണെന്ന് പഠിച്ചു. അടുത്ത മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ മെട്രിക്സ് ആണ്. അടുത്തതായിട്ട് പഠിക്കാനുള്ള മെട്രിക്സ് ആണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയും. ഡയഗണൽ മെട്രിക്സ് എന്തുവാണെന്ന് ചോദിച്ചാൽ, നമ്മള് റെക്ടാങ്കിൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ കൊച്ചു ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് 2 എതിർമൂലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്നതാണ് ഡയഗണൽ. നമ്മുടെ മെട്രിക്സിന്റെ കേസിൽ നമുക്ക് ഒറ്റ ഡയഗണലേ ഉള്ളൂ. അതായത് ഇപ്പൊ 1 2 3 4 എന്ന് പറയുന്ന ഈ മെട്രിക്സ് കണ്ടല്ലോ, ഈ മെട്രിക്സിന് ഒറ്റ ഡയഗണലേ ഉള്ളൂ. 1 ഉം 4 ഉം ആണ് അതിന്റെ ഡയഗണൽ എലമെന്റ്സ്. അപ്പോൾ ഒരു ഡയഗണൽ മെട്രിക്സ് എന്തുവാണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഇതാണ് 1 0 0 0 2 0 0 0 3. ഇതൊരു മെട്രിക്സ് ആണല്ലോ. 3 റോയും 3 കോളവും ഉള്ള ഒരു മെട്രിക്സ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഈ മെട്രിക്സിന്റെ പ്രത്യേകത നോക്കി, ഡയഗണൽ എലമെന്റ് ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞില്ല, ഡയഗണൽ എലമെന്റ് ഇങ്ങനെ മാത്രമേ ഉള്ളൂ മെട്രിക്സിന് ഡയഗണൽ. അതായത് മെയിൻ ഡയഗണൽ മാത്രമേ ഉള്ളൂ, ഓഫ് ഡയഗണൽ ഇല്ല. അപ്പൊ ഈ ഡയഗണൽ എലമെന്റുകൾ ഒഴിച്ച് ബാക്കിയുള്ള എലമെന്റുകളെല്ലാം 0 ആകുവാണെങ്കിൽ അത്തരം മെട്രിക്സുകളെ വിളിക്കുന്ന പേരാണ് ഡയഗണൽ മെട്രിക്സ്. ഒന്നുകൂടെ പറയാം, ഡയഗണൽ എലമെന്റുകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ എലമെന്റുകളും 0 ആണെങ്കിൽ അത്തരം മെട്രിക്സുകളെ വിളിക്കുന്ന പേരാണ് ഡയഗണൽ മെട്രിക്സ്. അടുത്ത പഠിക്കാനുള്ള മെട്രിക്സ് എന്ന് പറഞ്ഞാൽ സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയും. സ്കെയിലാർ മെട്രിക്സ് ആണ് അടുത്ത പഠിക്കാവുന്നത്. അതെന്തുവാണെന്ന് ചോദിച്ചാൽ അതും ഒരു ഡയഗണൽ മെട്രിക്സ് തന്നെയാണ്. സ്കെയിലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. പക്ഷെ ഒറ്റ വ്യത്യാസമുണ്ട്. അതെന്തുവാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ 2 0 0 0 2 0 0 0 2 ഈ മെട്രിക്സ് ഉണ്ടല്ലോ, ഈ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം 0 ആണ്. അപ്പൊ ഇത് ഡയഗണൽ മെട്രിക്സ് തന്നെ. പക്ഷെ ഇത് എന്താണ് സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം ഈക്വൽ ആണ്. അപ്പൊ ഡയഗണൽ മെട്രിക്സും സ്കെയിലാർ മെട്രിക്സും തമ്മിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം 0 ആയിരിക്കും. സ്കെയിലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ആ ഡയഗണൽ എലമെന്റുകളെല്ലാം ഈക്വൽ ആയിരിക്കും. അത്തരം മെട്രിക്സുകളാണ് സ്കെയിലാർ മെട്രിക്സ്. ഇപ്പൊ വേറൊരെണ്ണം എഴുതിയാൽ ഇപ്പം 3 0 0 0 3 0 0 0 3 ഇത് ഒരു സ്കെയിലാർ മെട്രിക്സ് ആണ്. വേറെ 4 0 0 4 ഇത് ഒരു സ്കെയിലാർ മെട്രിക്സ് ആണ്. കാര്യം എന്താ, ഇതിന്റെ എല്ലാം ഡയഗണൽ എലമെന്റ്സ് ഈക്വൽ ആണ്. അപ്പോൾ ഡയഗണൽ മെട്രിക്സും സ്കെയിലാർ മെട്രിക്സും എന്തുവാണെന്ന് പഠിച്ചല്ലോ. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ എലമെന്റുകളും 0 ആയിരിക്കും. സ്കെയിലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ആ ഡയഗണൽ എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും. അതാണ് വ്യത്യാസം. ഒരു മെട്രിക്സ് കൂടെ നമുക്ക് പഠിക്കാറുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഐഡന്റിറ്റി മെട്രിക്സ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അത് ഈ ചാപ്റ്ററിന്റെ അവസാനം വരെയോ ആവശ്യമുള്ള ഒരു മെട്രിക്സ് ആണ്. മെട്രിക്സിന്റെ പേര് ഐഡന്റിറ്റി മെട്രിക്സ് എന്നാണ്. അത് എന്തുവാണെന്ന് ചോദിച്ചാൽ ഐഡന്റിറ്റി മെട്രിക്സ് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റുകളെല്ലാം 1 ആണെങ്കിൽ അത്തരം മെട്രിക്സുകളാണ് ഐഡന്റിറ്റി മെട്രിക്സ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചോദിക്കും അത് സ്കെയിലാർ മെട്രിക്സ് അല്ലേ? ആണ്, കാരണം ഡയഗണൽ എലമെന്റ് ഈക്വലാ. പക്ഷേ ഐഡന്റിറ്റി മെട്രിക്സിനകത്ത് വേറെ നമ്പറുകൾ ഒന്നും വരാൻ പാടില്ല. ഡയഗണൽ എലമെന്റുകളെല്ലാം എപ്പോഴും 1 ആയിരിക്കണം. ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് ഐഡന്റിറ്റി മെട്രിക്സ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ I കൊണ്ടാണ്. ഈ എഴുതിയിരിക്കുന്ന മെട്രിക്സ് 3/3 ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. 3/3 ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് ആണ് നമ്മൾ ഇപ്പോൾ ബോർഡിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ 2/2 ഓർഡറിലെ ഐഡന്റിറ്റി മെട്രിക്സ് ഏതാണെന്ന് ചോദിച്ചാൽ 1 0 0 1. ഇത് 2/2ന്റെ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇത് രണ്ടും നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. അതായത് 2/2 ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് ഏതാണെന്ന് ചോദിച്ചാൽ 1 0 0 1.
3/3 ഏതാന്ന് ചോദിച്ചാൽ 1 0 0 0 1 0 0 0. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒരു മെട്രിക്സ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. ഒരു മെട്രിക്സ് നമുക്ക് ഉണ്ടാക്കണം. ഇപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, കൺസ്ട്രക്ട് എ 2/2 മെട്രിക്സ്. ഒരു 2/2 ഓർഡറിലുള്ള ഒരു മെട്രിക്സ് ഉണ്ടാക്കണം. 2/2 ഓർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ആദ്യം കിടക്കുന്ന 2 എന്ന് പറഞ്ഞാൽ റോ ആണ്, അതായത് 2 റോ വേണം. രണ്ടാമത് കിടക്കുന്ന 2 എന്ന് പറഞ്ഞാൽ കോളമാണ്, അപ്പൊ 2 കോളവും വേണം. അപ്പൊ 2 റോയും 2 കോളവും ഉള്ള ഒരു മെട്രിക്സ് ഉണ്ടാക്കുക. കണ്ടീഷനും അവർ തരും. ഇങ്ങനെ ആയിരിക്കും കണ്ടീഷൻ തരുന്നത്. വേർ എ ഈസ് ഈക്വൽ ടു AIJ എന്തുവാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് അവർ കണ്ടീഷൻ തരുന്നത് ഇങ്ങനെ ആയിരിക്കും, വേർ AIJ ഈസ് ഈക്വൽ ടു 2 + 3 അല്ലെങ്കിൽ 2i + 3j. ഒരു ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോ. ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ, കൺസ്ട്രക്ട് എ 2/2 മെട്രിക്സ് A is equal to AIJ, where AIJ is equal to 2i + 3j. AIJ എന്തുവാണെന്ന് ചോദിച്ചാൽ, A എന്ന് പറഞ്ഞാൽ എലമെന്റ് ആണ്, മെട്രിക്സിനകത്ത് എലമെന്റ് ആണ്. I എന്തുവാണെന്ന് ചോദിച്ചാൽ ith റോ, അതായത് റോയെ സൂചിപ്പിക്കുന്നതാണ് I. അപ്പൊ നിങ്ങൾ ചോദിക്കും, മുൻപേ റോയെ M എന്നാണല്ലോ സൂചിപ്പിച്ചിരുന്നത്. അത് റോയെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഇത് റോയുടെ എണ്ണം, എത്രാമത്തെ റോയാണ് എന്ന് മനസ്സിലാക്കുന്നതാണ്. J എന്ന് പറഞ്ഞാൽ കോളം. അപ്പൊ AIJ എന്ന് പറഞ്ഞാൽ ith റോ jth കോളം. ഇപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ രണ്ടാമത്തെ റോ മൂന്നാമത്തെ കോളം അങ്ങനെ പറയില്ലേ, അതാണ് സംഭവം. അപ്പോൾ AIJ is equal to 2i + 3j എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മെട്രിക്സിനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം. എളുപ്പമാണ്. അതിനായിട്ട് ആദ്യം നിങ്ങൾ ഒരു 2/2 ഓർഡറിലുള്ള മെട്രിക്സിന്റെ ജനറൽ ഫോം എഴുതണം. ഒരു 2/2. അപ്പൊ A എന്ന് പറയുന്ന മെട്രിക്സ് എഴുതാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ A is equal to 2/2 ഓർഡർ എങ്ങനെയാണ് എഴുതുന്നത്. ആദ്യത്തെ എലമെന്റിനെ നമ്മൾ A11 എന്ന് എഴുതും. അപ്പൊ ഇത് കാര്യം മനസ്സിലാക്കി കാണും കേട്ടോ. ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ എലമെന്റ്, ഒന്നാമത്തെ റോ ഒന്നാമത്തെ കോളം. അപ്പൊ അടുത്ത എലമെന്റ് നമ്മൾ എഴുതുന്ന A12 എന്നാണ്, അതായത് ഒന്നാമത്തെ റോ തന്നെ പക്ഷെ രണ്ടാമത്തെ കോളം. സംശയമില്ലല്ലോ. അടുത്ത രണ്ടാമത്തെ റോയിലെ എലമെന്റ് എഴുതുമ്പോ A21 A22. കണ്ടോ, ഒരു 2/2 ഓർഡറിലുള്ള ഒരു മെട്രിക്സ് ആയി. അപ്പൊ ഇതിനകത്ത് ഒന്നാമത്തെ റോ ഇത്, രണ്ടാമത്തെ റോ ഇത്, 2 റോ ഉണ്ട്, 2 കോളമുണ്ട്. ഇനി എളുപ്പമാണ്, ഈ ഓരോ എലമെന്റുകളും എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഓരോ എലമെന്റുകളും എടുത്തേ. ആദ്യത്തെ എലമെന്റ് A11, ആ എലമെന്റ് എടുത്താൽ നമുക്ക് AIJ കണ്ടീഷൻ തന്നേക്കുന്നുണ്ടോ, 2i + 3j എന്നല്ലയോ. അപ്പൊ ഇവിടെ നോക്കി, ആദ്യത്തെ 1 എന്ന് പറഞ്ഞാൽ I ആണല്ലോ സൂചിപ്പിക്കുന്നത്, രണ്ടാമത്തെ 1 എന്ന് പറഞ്ഞാൽ J സൂചിപ്പിക്കുന്നതാണല്ലോ. അപ്പൊ I-യുടെ വില 1 ആണ്, J-യുടെ വില 1 ആണ്. ആ വില ഈ ഇക്വേഷനകത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ അത് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ 2 × I-ക്ക് പകരം 1 + 3 × J-ക്ക് പകരം 1. അപ്പൊ നമുക്ക് ആൻസർ 2 × 1 എന്ന് പറഞ്ഞാൽ 2, 3 × 1 എന്ന് പറഞ്ഞാൽ 3. അപ്പൊ 2 + 3 എന്ന് പറഞ്ഞാൽ ആൻസർ നമുക്ക് 5 എന്ന് കിട്ടും. ആദ്യത്തെ എലമെന്റ് കിട്ടി കണ്ടോ. രണ്ടാമത്തെ A12 ചെയ്യുമ്പോൾ അപ്പൊ I-ക്ക് പകരം 1 ഇട്ട് കൊടുക്കണം, J-ക്ക് പകരം 2 ഇട്ട് കൊടുക്കണം. അപ്പൊ നമ്മള് 2 × 1 + 3 × 2 എന്ന് കിട്ടും. 3 × 2 എന്ന് പറഞ്ഞാൽ 6 ആണ്, 2 × 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 6 + 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ 8 എന്ന് കിട്ടും. അടുത്ത എലമെന്റ് എടുത്തേ, A21. A21 എടുക്കുമ്പോൾ അപ്പൊ I എന്ന് പറയുന്ന പൊസിഷനിൽ കിടക്കുന്ന 2, അതായത് റോ രണ്ടാമത്തെയാണ്, കോളം ഒന്നാമത്തെയാണ്. കണ്ടോ. അപ്പൊ ആ വാല്യൂ അങ്ങോട്ട് കൊടുത്തേ. അപ്പൊ 2 × 2 + 3 × 1, 3 × 1 3, 2 × 2 4, 4 + 3 എന്ന് പറഞ്ഞാൽ ആൻസർ 7. അടുത്ത A22 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റോ രണ്ടാമത്തെ കോളം. I 2 ആണ്, J-യും 2 ആണ്. I-ക്കും J-ക്കും പകരം വില കൊടുക്കുമ്പോ 2 × 2 + 3 × 2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ആൻസർ 4 + 6 10 എന്ന് കിട്ടും. കണ്ടോ. അപ്പൊ എല്ലാ എലമെന്റുകളും കിട്ടി. അപ്പോൾ ഈ കിട്ടിയ വാല്യൂ നമ്മൾ ഈ മെട്രിക്സിനകത്തോട്ട് കൊടുത്താൽ A is equal to, ഇതാണ് നോക്കി, A11. A11ന്റെ വില 5 ആണ്. അപ്പോൾ ഇവിടെ 5 എഴുതാം.
A12 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ ഇവിടെ 8 എഴുതുക. A21 എന്ന് പറഞ്ഞാൽ 7, A22 എന്ന് പറഞ്ഞാൽ 10. കണ്ടോ? അപ്പോൾ A എന്ന് പറയുന്ന അവര് പറഞ്ഞ 2x2 ഓർഡറിലുള്ള ഒരു മെട്രിക്സ് ഉണ്ടാക്കി. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യനോടെ പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ ഇതാണ്: 3x3 ഓർഡറിലുള്ള ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. അവിടെ കണ്ടീഷൻ അതൊക്കെ തന്നെയാണ്. A=AJ ആണ്. ഇതിനകത്തൊരു മാറ്റം വരുത്തില്ല. AJ എങ്ങനെയാണെന്ന് അവർ ഡിഫൈൻ ചെയ്തപ്പോൾ AJ എന്ന് പറഞ്ഞാൽ I+J ആണ്. കണ്ടോ? ഇതാണ് അപ്പൊ നമ്മുടെ കണ്ടീഷൻ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു 3x3 ഓർഡറിലുള്ള ഒരു മെട്രിക്സിന്റെ ജനറൽ ഫോം എഴുതുക എന്നാണ്. മുൻപ് എഴുതിയാൽ ആദ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾക്ക് ഇപ്പൊ എഴുതാനും പറ്റും. എങ്ങനെ എഴുതണം? A11, അടുത്തത് A12, അടുത്തത് A13. കണ്ടോ? 3x3. അപ്പൊ ലാസ്റ്റ് 3 വേണം, അതുകൊണ്ടാണ് 3. അടുത്ത എഴുതുമ്പോ A21, A22, അടുത്ത A23. അടുത്ത മൂന്നാമത്തെ റോ എഴുതുമ്പോ A31, A32, A33. കണ്ടോ? അതായത് നമ്മളോട് എന്തോ ഇപ്പൊ 3x3 ചോദിച്ചു, അപ്പൊ 3 ലാസ്റ്റ് പറഞ്ഞു. 2x2 ചോദിച്ചു, അപ്പൊ മുമ്പത്തെ കണക്ക് ലാസ്റ്റ് വന്ന് A22 എന്നായിരുന്നു. കേട്ടോ? അപ്പൊ നമുക്ക് തെറ്റത്തില്ല. അത് നോക്കിയാൽ മതി. നിങ്ങൾ എഴുതുന്നത് ശരിയാണോ എന്ന് അറിയാൻ ആ ലാസ്റ്റ് എലമെന്റ് നോക്കിയാൽ മതി. 3x3 ഇപ്പൊ 3 3 ലാസ്റ്റ് എലമെന്റ് വന്നത് 3 3 ആണല്ലോ. അത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ ജനറൽ ഫോം കിട്ടി. ഇനി ഓരോ എലമെന്റുകളും കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ആദ്യത്തെ എലമെന്റ് എന്ന് പറഞ്ഞാൽ A11 ആണ്. A11 എടുക്കുമ്പോൾ AJ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അവർ തന്നിരിക്കുന്ന I+J ആണ്. അപ്പോ ഇവിടെ ഐയുടെ വില 1 ആണ്, ജെയുടെ വില 1 ആണ്. അപ്പൊ നമുക്ക് വില 1 + 1 = 2 എന്ന് വരും. ഇതുപോലെ ഓരോ എലമെന്റും ഇങ്ങോട്ട് എഴുതി കണ്ടുപിടിക്കണം. അപ്പൊ A12 എന്ന് പറഞ്ഞാൽ 1 + 2 = 3 ആണ്. അടുത്ത A13 എന്ന് പറഞ്ഞാൽ 1 + 3 = 4 എന്ന് കിട്ടും. അടുത്ത എലമെന്റ് അതുപോലെ ഓരോ എലമെന്റുകളും കണ്ടുപിടിക്കുക. A21 കണ്ടുപിടിക്കുക. 2 + 1 3. അടുത്ത A22 എന്ന് പറഞ്ഞാൽ 2 + 2 = 4. I+J ആണ് കണ്ടീഷൻ. അടുത്തതെന്ന് പറഞ്ഞാൽ A23, അപ്പൊ 2 + 3 = 5. അടുത്ത A31, അപ്പൊ 3 + 1 = 4. അടുത്ത A32, അപ്പോൾ 3 + 2 = 5. അടുത്ത A33, അപ്പൊ 3 + 3 = 6. കേട്ടോ? എല്ലാ എലമെന്റുകളും കിട്ടി. അപ്പൊ ഇനി ഈ എലമെന്റുകളെ നമ്മുടെ ഈ മെട്രിക്സിനകത്തോട്ട് എഴുതിയാൽ മാത്രം മതി. അപ്പൊ A ഓരോ എലമെന്റിന്റെ അതിന്റെ പൊസിഷനിലോട്ട് കൊടുത്തേ. A11 പകരം 2, A12 എന്ന് പറഞ്ഞാൽ 3. അടുത്ത A13 എന്ന് പറഞ്ഞാൽ 4. കണ്ടോ? അടുത്ത വീണ്ടും അതുപോലെ വാല്യൂ കൊടുക്കണം. അപ്പൊ 3 4 5. അടുത്തത് 4 5 6. 3x3 ഓർഡറിലുള്ള മെട്രിക്സ് ആയി. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പരിശോധിക്കാം. നമ്മളിത് പഠിച്ചത് മൂന്നാമത്തെ ചാപ്റ്ററായ മെട്രിക്സ് ആയിരുന്നു. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് നമ്മൾ എല്ലാവരും പഠിച്ചതാണ്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്പറുകളെ അല്ലെങ്കിൽ എലമെന്റുകളെ റെക്ടാങ്കുലർ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറഞ്ഞത്. മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടായിരുന്നു. ആ മെട്രിക്സിലെ എലമെന്റുകളെല്ലാം, അതുകൂടെ ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ്, ശ്രദ്ധിച്ചോണം. മെട്രിക്സുകളെ എലമെന്റുകൾ എപ്പോഴും സ്മോൾ ലെറ്റർ ആയിരിക്കണം എഴുതേണ്ടത്. ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററും അകത്ത് എഴുതുന്ന എലമെന്റുകൾ എപ്പോഴും സ്മോൾ ലെറ്ററും ആയിരിക്കണം. പിന്നെ മെട്രിക്സിന്റെ നമ്മൾ പഠിച്ച ഓർഡർ എന്തുവാണെന്ന് പഠിച്ചു. അതായത് എത്ര റോ ഉണ്ട്, എത്ര കോളം ഉണ്ടെന്ന് നോക്കിയാണ് നമ്മൾ അതിന്റെ ഓർഡർ എഴുതുന്നത്. 2 റോയും 3 കോളവും ഉണ്ടെങ്കിൽ നമ്മൾ ആ മെട്രിക്സിനെ 2x3 മെട്രിക്സ് എന്ന് പറയും. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പല ടൈപ്പ് മെട്രിക്സ് നമ്മൾ ഇന്ന് പഠിച്ചു. ഓർമ്മയുണ്ടല്ലോ? ആദ്യം പഠിച്ച റോ മെട്രിക്സ് എന്തുവാണെന്നാണ്. റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ റോ മാത്രമുള്ള മെട്രിക്സ് ആണ് റോ മെട്രിക്സ്. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ കോളം മാത്രമുള്ള മെട്രിക്സ് ആണ് കോളം മെട്രിക്സ്. പിന്നെ നമ്മൾ പഠിച്ച സ്ക്വയർ മെട്രിക്സ് എന്തുവാണെന്നാണ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റോയുടെയും കോളത്തിന്റെയും എണ്ണം ഈക്വൽ ആണെങ്കിൽ അത്തരം മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ്. പിന്നെ പഠിച്ചത് ഡയഗണൽ മെട്രിക്സ്, സ്കെയിലാർ മെട്രിക്സ്, ഐഡന്റിറ്റി മെട്രിക്സ്. മൂന്നും തമ്മിൽ സാമ്യമുണ്ട്, തിരിഞ്ഞു പോകരുത്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ എലമെന്റുകളും 0 ആണെങ്കിൽ അത്തരം മെട്രിക്സ് ആണ് ഡയഗണൽ മെട്രിക്സ്. ഇനി സ്കെയിലാർ മെട്രിക്സ് എന്തുവാണെന്ന് ചോദിച്ചാൽ ഡയഗണൽ എലമെന്റുകളെല്ലാം ഈക്വൽ ആയിരിക്കും.
അതായത് ഡയഗണൽ ആയിട്ട് വരുന്ന എലമെന്റുകൾ ഒന്ന് എ ആകാം, അല്ലെങ്കിൽ ബി ആകാം, അല്ലെങ്കിൽ 2 ആകാം, 5 ആകാം. അതെല്ലാം ഈക്വൽ ആയിരിക്കണം. ഇനി ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് ചോദിച്ചാൽ അത് ഇമ്പോർട്ടന്റ് ആണ്. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റുകളെല്ലാം എപ്പോഴും 1 ആയിരിക്കും. അപ്പൊ 2x2 ഓർഡറിലുള്ളതും 3x3 ഓർഡറിലുള്ളതുമായിട്ടുള്ള ഐഡന്റിറ്റി മെട്രിക്സ് കാണാതെ പഠിക്കണം. 2x2 ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 1 0 0 1 ആണ്. ഐ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഐ കൊണ്ടാണ് നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. 3x3 ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് ഓർമ്മ കാണുമല്ലോ, 1 0 0 0 1 0 0 0 1. അതാണ് ഐഡന്റിറ്റി മെട്രിക്സ്. പിന്നെ നമ്മൾ പഠിച്ച മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ്. 2 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു. 3 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരുവാണ്, ചെയ്ത് നോക്കാൻ വേണ്ടി തരുവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, കൺസ്ട്രക്ട് എ 3x3 മെട്രിക്സ്. അതായത് 3 റോയും 3 കോളവും ഉള്ള ഒരു മെട്രിക്സ് ഉണ്ടാക്കണം. അതിന്റെ എലമെന്റുകൾ എഴുതേണ്ട രീതി അവർ തന്നിരിപ്പുണ്ട്. Aij എന്ന് പറഞ്ഞാൽ I/J ആണ് കേട്ടോ. റോയുടെ ആ ഇതിനകത്ത് വില കൊടുത്താൽ മതി, ഐയുടെ വില ബൈ ജെയുടെ ആൻസർ കിട്ടും. അടുത്ത രണ്ടാമത് നിർമ്മിക്കേണ്ടത് 3x2 മെട്രിക്സ് ആണ്. അവിടെയും കണ്ടീഷൻ തന്നിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കുന്നത് ഒരു 2x3 മെട്രിക്സ് ആണ്. അവിടെ Aij തന്നപ്പോണ്ട് 2y - 3. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായതായി വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി ഇനിയും കാണുന്നതുവരേക്കും ബൈ ഫ്രം.